ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ ഫിറ്റ്നസ് ഇല്ലാത്ത സർക്കാർ സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു. കെട്ടിടം അപകടാവസ്ഥയിലെന്ന് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം മാസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രവർത്തിക്കാത്ത കെട്ടിടമാണ് ഇത് എന്നായിരുന്നു സ്കൂൾ അധികൃതരുടെ വിശദീകരണം. എന്നാൽ കെട്ടിടത്തിൽ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. പ്രതികരണത്തിലേക്ക്. ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുമ്പോൾ ഈ കുട്ടികളെല്ലാം ഓടിക്കളിച്ച് ഓടി വന്ന് HM-ന്റെ റൂമിലേക്കും മറ്റ് ക്ലബ്ബുകളിലേക്കും ഒക്കെ കയറി വരുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഒരു വലിയ ദാരുണമായൊരു സംഭവം ഉണ്ടാകാതെ മാറിപ്പോയത്. ഇതിന്ന് ഫിറ്റ്നസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇന്നത്തെ ഒരു ചെറിയ മഴയത്ത് തകർന്നു വീണിരിക്കുകയാണ്. ഇതിൻ്റെ അനാസ്ഥ സർക്കാരിൻ്റെ അനാസ്ഥയാണ്, പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ മിഥുനെ പോലെ ഒരുപാട് മിഥുന്മാർ ഈ കാർത്തികപ്പള്ളി പഞ്ചായത്തിലും ചിങ്ങോലി പഞ്ചായത്തിലും കേരളം ഒട്ടാകെ ഉണ്ടാവും. അപകടത്തിന് പിന്നാലെ സ്കൂളിൽ ഇപ്പോൾ രക്ഷിതാക്കളുടെ പ്രതിഷേധം നടക്കുകയാണ്. അവിടെ നിന്നും തത്സമയ വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ചേരുന്നു. അശ്വിൻ, വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. തേവലക്കരയിൽ നമ്മൾ കണ്ടതാണ്. അവിടെ പക്ഷേ പഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. അത് ഒരു മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. പക്ഷേ ഇവിടെ ഇത് സർക്കാർ സ്കൂളാണ്. മാത്രമല്ല, പഞ്ചായത്ത് കൃത്യമായി ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും അവിടെ ക്ലാസുകൾ നടന്നിരുന്നു എന്ന് പറയുമ്പോൾ അത് വ്യക്തമായ നിയമലംഘനങ്ങളാണ്. അത് കൃത്യമായി തന്നെ അവിടെ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം വ്യക്തവുമാണ്. എന്താണിപ്പോൾ അവിടെ രക്ഷിതാക്കൾ പറയുന്നത്, അശ്വിൻ? നിലവിലിപ്പോൾ ഈ സ്കൂൾ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ ഇപ്പോഴും ഇവിടെ ഒരു തർക്കം നടക്കുന്നു. ആ തർക്കത്തിന്റെ പശ്ചാത്തലമായി ഇവർ പറയുന്നത് ഫിറ്റ്നസ് ഇല്ല, പഞ്ചായത്ത് ഇതിന് ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല. എന്നിട്ടും ഈ കെട്ടിടം പ്രവർത്തിച്ചത് സ്കൂൾ അധികൃതരുടെ വീഴ്ചയാണ്. പിന്നെ എന്തിന് പഞ്ചായത്തിനെ കുറ്റം പറയുന്നു എന്നുള്ള ഒരു കാര്യമാണ് UDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭാരവാഹികൾ, ഭരണസമിതി അംഗങ്ങളൊക്കെ ചോദിക്കുന്നത്. അത് ചോദ്യം ചെയ്ത് വന്നപ്പോൾ ഇവിടെ എതിർഭാഗത്ത് BJP പ്രവർത്തകരാണുള്ളത്. അതിൽ ഒപ്പം ഈ വിദ്യാർത്ഥികളുടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുമുണ്ട്. അങ്ങനെ ഇരുഭാഗവും തമ്മിൽ BJP പ്രവർത്തകരുമായ ഒരു വാക്കേറ്റവും കയ്യാങ്കളിയുമൊക്കെ ഇവിടെ അരങ്ങേറുകയും ചെയ്തു. എന്തായാലും ഈ സ്കൂൾ അധികൃതർ അല്പസമയം മുമ്പാണ് സ്കൂൾ പ്രിൻസിപ്പൽ ബിജു 24-നോട് സംസാരിച്ചത്. അപ്പോഴും അദ്ദേഹം പറയുന്നത് ഈ സ്കൂളിൽ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നില്ല എന്ന ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അതിന് ഏകദേശം മിനിറ്റുകൾ മുമ്പാണ് ഈ ക്ലാസ് റൂമിൽ പഠിച്ച ഒരു പെൺകുട്ടി നമ്മളോട് തന്നെ വ്യക്തമാക്കിയത് കഴിഞ്ഞ വ്യാഴാഴ്ച വരെ ഈ ക്ലാസ്സിലാണ് ഞങ്ങൾ പഠിച്ചത് എന്ന്. എന്തായാലും അതൊക്കെ നിൽക്കുമ്പോഴും ഇപ്പോഴും സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത് അവരുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നത് പ്രവർത്തിച്ചിരുന്നില്ല എന്ന ആ ഒരു വാദത്തിലാണ്. ഇപ്പോൾ ഈ 4B 4C ക്ലാസ്സുകളാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ നമുക്ക് ഈ ക്ലാസ് റൂമുകൾ കാണാൻ കഴിയും. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവർത്തനം നടന്നു എന്ന് തെളിയിക്കുന്നതിൻ്റെതായ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകും. ഇതാണ് 4B ക്ലാസ്. ഈ B ക്ലാസ് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒന്നും കാണാനാവില്ല. അതായത് ദൃശ്യങ്ങൾ, ബെഞ്ചുകളോ ഒന്നും കാണാനാവില്ല. പക്ഷേ ഇവിടെ ഇതാ സജീവമായി കുട്ടികൾ പഠിക്കുന്ന സാഹചര്യത്തിലുള്ള പുസ്തകങ്ങളുണ്ട്, ബുക്കുകളുണ്ട്, വാട്ടർ ബോട്ടിലുകളടക്കം ഷിബിൻ ഇവിടേക്ക് എത്തിയാൽ ഈ സജീവമായി ഇത് പ്രവർത്തിച്ചിരുന്നു എന്ന് തെളിയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങൾ അത് ഇതിനുള്ളിലുള്ള ബെഞ്ച്, പാഠപുസ്തകങ്ങൾ, ഒപ്പം കുട്ടികൾ വെച്ചിട്ട് പോയ മറ്റ് പുസ്തകങ്ങളൊക്കെയുണ്ട്. അവരുടെ പേനകളടക്കം അവർ രേഖപ്പെടുത്തിയിരുന്ന പുസ്തകങ്ങളൊക്കെ നമുക്ക് ഇവിടെ വ്യക്തമായി കാണുകയും ചെയ്യാം. ഇത് ഈ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ പുസ്തകങ്ങളാണ്. നമുക്ക് അത് വ്യക്തമായി തന്നെ പരിശോധിച്ചാൽ അതിൽ അവർ അവസാനം എഴുതിയ നോട്ടുകളടക്കം നമുക്ക് ഇപ്പോഴുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കുട്ടികൾ പഠിച്ചിട്ട് വെച്ചിട്ട് പോയ പുസ്തകങ്ങളാണ്. അത് അടക്കം ഉണ്ട്. വാട്ടർ ബോട്ടിലുകളുണ്ട്. അതായത് ഈ അധ്യാപകൻ പറയുന്നതിൽ വാസ്തവമില്ല. അത് ക്ലാസ് റൂമുകൾ പ്രവർത്തിച്ചിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച വരെ എന്ന് തെളിയിക്കുന്നതിൻ്റെ എല്ലാ അടയാളങ്ങളുണ്ട്. പക്ഷേ നമുക്കിവിടെ നോക്കിയാൽ കാണാം, ബെഞ്ചുകളില്ല, ഡെസ്കുകളില്ല. ഇതെല്ലാം പുറകെയുള്ള ഒരു ഷെഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെയും നമ്മൾ പോയിരുന്നു. അതൊക്കെ ഇന്ന് പെട്ടെന്ന് മാറ്റിയതാണ് എന്ന് കണ്ടാൽ അറിയാം. അവിടെ മഴ പെയ്താൽ സുഗമമായി നനയുന്ന ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് വലിച്ചിട്ടതിൻ്റെ തെളിവുകൾ അവിടെയുമുണ്ട്. അതിന് നമ്മൾ മാത്രം പറയേണ്ട കാര്യമല്ല. അവിടുത്തെ കുട്ടികൾ തന്നെ നേരത്തെ പ്രതികരിച്ചില്ല. അശ്വിൻ, നമുക്ക് ആ പ്രതികരണം കാണാം. കുട്ടികൾ തന്നെ പറയുന്നു അവിടെ എത്രയും നാൾ ക്ലാസ് ഉണ്ടായിരുന്നു, ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഒരു കുഞ്ഞുകുട്ടി പറയുന്നു. നമുക്ക് അതൊന്ന് കേൾക്കാം. മാഷൊക്കെ പറയുന്നത് ഇവിടെ ഈ സമീപത്തൊന്നും കുറച്ച് ദിവസം മുമ്പൊന്നും ക്ലാസ് ഇല്ലായിരുന്നു. ഇവിടെ തന്നെയാണ് പഠിച്ചത്. എത്ര കുട്ടികളുണ്ട് ക്ലാസ്? അന്നൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അപകടമുള്ളതായിട്ടൊക്കെ മാഷുമാരും എല്ലാം പറഞ്ഞിരുന്നു. വളരെ നിഷ്കളങ്കമായ കുഞ്ഞു പറഞ്ഞ കാര്യങ്ങളാണ്. നേരത്തെ അങ്ങനെ അവിടെ പ്രവർത്തിച്ചിട്ട് ഇല്ല എന്ന വാദം അത് അവിടെ പൊളിഞ്ഞു. ഓൾറെഡി അത് പൊളിയാണ്. കുട്ടി തന്നെ പറയുന്നു ഇത്രയും നാൾ അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു,
ടീച്ചേഴ്സോ അല്ലെങ്കിൽ മാഷന്മാരോ അധ്യാപകരോ ആരും അത്തരത്തിൽ ഇത് അപകടാവസ്ഥയിലാണെന്നോ അപകടം ഉണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു. മാത്രമല്ല നമുക്ക് അവിടെ ഡേറ്റ് അടക്കം കാണാം, ആ ബോർഡിലടക്കം അവിടെ കൃത്യമായി ഡേറ്റ് ഒക്കെ എഴുതി അവിടെ പഠിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ചിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, അത് വ്യക്തവുമാണ്. പക്ഷേ ഇവിടെ ഉയർന്ന ചോദ്യങ്ങളുണ്ട് അശ്വിൻ. മാസങ്ങൾക്ക് മുൻപ് എന്ന് പറയുമ്പോൾ എത്ര മാസങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് ഇക്കാര്യം അധികൃതരെ അറിയിച്ചിട്ടുണ്ട്, ഇത് ഫിറ്റല്ല ഈ കെട്ടിടം എന്ന രീതിയിൽ? അതോടൊപ്പം തന്നെ അതിനെതിരെ അല്ലെങ്കിൽ അതിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി ഈ PTA ഇത് സ്വാഭാവികമായും ചർച്ചയാവുമല്ലോ, അതൊന്നും നടന്നിട്ടില്ല എന്നാണോ രക്ഷിതാക്കൾ പറയുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ. ഇത് 2025 ജൂലൈയിൽ, അതായത് ഈ മാസത്തെ കലണ്ടറാണ്. ഈ മാസം ഈ സ്കൂൾ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്തിനാണ് ഈ ക്ലാസ് മുറിയിൽ ഇങ്ങനെ ഒരു കലണ്ടർ അത് മാറ്റിയിട്ടിരിക്കുന്ന എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഡസ്റ്ററുകളുണ്ട്, അവിടെ ഇപ്പോഴും അടിച്ചാൽ പൊടി പാറുന്ന, കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ് പ്രവർത്തിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിൽ ഡസ്റ്ററുകളുണ്ട്. ആ ബോർഡിൽ എഴുതിയതിൻ്റെ അടയാളങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഈ ഡസ്റ്ററൊക്കെ എന്തായാലും നാളുകൾ മുമ്പ് പ്രവർത്തിച്ചതാണെങ്കിൽ ഇതുപോലെ പൊടി പറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ പച്ചക്കള്ളം പറയുന്നു സ്കൂൾ അധികൃതർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ മേൽക്കൂരയിലേക്ക് നോക്കിയാൽ തീർത്തും അപകടകരമായ അവസ്ഥയിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. പഞ്ചായത്ത് ഫിറ്റ്നസ് നൽകിയില്ല എന്നുള്ള വാദമാണ് പറയുന്നത്. പഞ്ചായത്ത് ഫിറ്റ്നസ് നൽകിയിട്ടുണ്ടായിരുന്നില്ല. പഞ്ചായത്ത് ഫിറ്റ്നസ് നൽകിയിട്ടില്ലെന്ന് ഇവിടുത്തെ സ്ഥലം ജനപ്രതിനിധി കൂടിയായ പഞ്ചായത്ത് അംഗം CPM ആണ്. അദ്ദേഹം വളരെ കൃത്യമായി ഇവിടെ വന്ന് ക്ലാസ് നടക്കുന്നില്ല എന്നുള്ള തെറ്റായ വാർത്ത മാധ്യമങ്ങളിൽ പറയുകയും HM നമ്മൾ കരുതുന്ന ഇവിടുത്തെ HM എന്ന് പറയുന്നത് CPMന്റെ അധ്യാപക സംഘടനയുടെ പ്രമുഖ നേതാവാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ വാദങ്ങളെ സാധൂകരിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ഇവിടുത്തെ സ്ഥലം ജനപ്രതിനിധി അടക്കം വന്നിട്ട് CPMന്റെ ജനപ്രതിനിധി പറയുന്നത് ഇവിടെ ക്ലാസ് നടക്കുന്നില്ലെന്നാണ്. അത് ഏത് തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? നൽകിയിട്ടില്ലെങ്കിലും ക്ലാസ് പ്രവർത്തിച്ചെങ്കിൽ അത് പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് ഭാഗം പരിശോധിക്കേണ്ടത്. തീർച്ചയായിട്ടും പഞ്ചായത്ത് ഏത് സാഹചര്യത്തിലാണ് ഇവിടെ ക്ലാസ് നടന്നത് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുമെന്ന് പഞ്ചായത്ത് കൃത്യമായി പറയുന്നുണ്ട്. ഫിറ്റ്നസ് കൊടുത്തിട്ടില്ലാത്ത കെട്ടിടത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടുത്തെ. ഈ മാസം അക്കാദമിക വർഷം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഫിറ്റ്നസ് ലഭിക്കാത്തതിനെ തുടർന്ന് ഇവിടുത്തെ SMCയുടെ ചെയർമാൻ, അദ്ദേഹം കോൺഗ്രസിന്റെ ജനപ്രതിനിധിയാണ്, പക്ഷെ അദ്ദേഹം അതിൽ പറയുന്ന ഒരു വസ്തുത ഇവിടെ ഫിറ്റ്നസ് ലഭിച്ചിട്ടില്ലെന്നും മറ്റൊരു താൽക്കാലിക കെട്ടിടം അപ്പുറത്ത് പുതിയ അതെ അവിടെ അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി. അതേസമയം തന്നെ SMC ചെയർമാൻ ചെയ്തത് എന്താണ്? അദ്ദേഹം അവിടെ തൊട്ടപ്പുറത്ത് പണി പൂർത്തിയാക്കുന്ന കോസ്റ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭാഗമായി അവരുടെ ചുമതലയിലുള്ള സാധനം അതിന്റെ വയറിംഗ് നടപടികൾ പൂർത്തിയാക്കണമെന്നും എത്രയും പെട്ടെന്ന് അവിടേക്ക് ക്ലാസ് ആരംഭിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ കളക്ടറെ കാണുകയുണ്ടായി. കളക്ടറെ കാണുക എന്നുള്ള കാര്യം SMC ചെയർമാൻ ചെയ്തു. HM ഇവിടുത്തെ സ്ഥലം ജനപ്രതിനിധിയും വലിയ കൃത്യവിലോപം നടത്തിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ തുടർന്നു വരുന്ന ചില നയങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണിത്. ഈ 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഈ സ്കൂളിൻ്റെ ഈ കെട്ടിടം അൺഫിറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് ഇതിന് ഫിറ്റ്നസ് ഇപ്രാവശ്യം കൊടുത്തിട്ടില്ല. ആ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നു, സ്കൂൾ അധികൃതർക്ക് എതിരെയുള്ള പ്രതികരണങ്ങൾ വരുന്നു. പഞ്ചായത്ത് കൃത്യമായി ഫിറ്റ്നസ് ഇല്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടും അവിടെ ക്ലാസ്സുകൾ എന്തുകൊണ്ട് പ്രവർത്തിച്ചു എന്നതിൽ ഉത്തരം പറയുന്നത് സ്കൂൾ അധികൃതരാണ്. പക്ഷേ അവരെ സംരക്ഷിക്കുന്ന നിലപാട് അവിടുത്തെ സ്ഥലം പ്രതിനിധി, വാർഡ് മെമ്പർ അടക്കം സ്വീകരിക്കുന്നു. അത് CPMന്റെ മെമ്പറാണ്. ഒപ്പം തന്നെ അവിടുത്തെ പ്രധാന അധ്യാപകൻ, അത് CPM അധ്യാപക സംഘടനയുടെ പ്രമുഖ നേതാവാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള നിലപാടിലേക്ക് അവർ പോകുന്നതൊക്കെയുള്ള വിമർശനങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ മാസങ്ങൾക്ക് മുൻപേ പഞ്ചായത്ത് കൃത്യമായി തന്നെ ഫിറ്റ് അല്ല എന്നതിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ക്ലാസ്സുകൾ അവിടെ പ്രവർത്തിച്ചു എങ്കിൽ അത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വവും പഞ്ചായത്തിനുണ്ട്. സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം വളരെ വളരെ വ്യക്തമാണ്. മാത്രമല്ല കുട്ടികളടക്കം അത് പറയുന്നുമുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് PTA ചർച്ചയായില്ല, PTA യോഗം ചേർന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ബാക്കിയാണ്. തിരികെ ഇതേ വാർത്തയിലേക്ക് നമ്മളെത്തും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ബ്രേക്ക്.